ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ കുറുമ്പിസ് വേൾഡ്. ഇന്ന് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉഴുന്നുവട ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച്. അപ്പോൾ രാവിലെ തന്നെ ഉഴുന്നെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ഉഴുന്നെല്ലാം കഴുകി വാരി മിക്സിയിലിട്ട് അടിക്കണം. മക്കൾക്ക് രണ്ടുപേർക്കും ഉഴുന്നുവട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരുടെയും കൂടി ഇഷ്ടം കണക്കിലെടുത്താണ് ഉഴുന്നുവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതേ നമ്മളുടെ മാവെല്ലാം കറക്റ്റ് പാകത്തിന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ സവാളയും പച്ചമുളക് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത്. അപ്പം ഞാൻ ആദ്യം ഒരു കയ്യിൽ വെച്ചിട്ടാണ് ഇളക്കി കൂട്ടിയത്. അപ്പോൾ എനിക്കൊരു തൃപ്തിക്കുറവ് പോലെ തോന്നി, എല്ലായിടത്തേക്കും എത്താത്ത പോലെ തോന്നി. അപ്പോൾ ഞാൻ കയ്യിൽ മാറ്റിയിട്ട് കൈ വെച്ച് കുഴച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു ചീനച്ചട്ടി ചൂടാക്കാനായിട്ട് വെച്ച്, ചീനച്ചട്ടിയുടെ കോലം കണ്ടാൽ നിങ്ങൾ ചിരിച്ച് ചാവും. പണ്ടെങ്ങാണ്ടും ജാമ്പുവാൻ്റെ കാലത്തുള്ളൊരു ചീനച്ചട്ടിയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണയുടെ വില നമുക്കിപ്പോൾ താങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഓയിലാണ് ഒഴിച്ചേക്കണത്. ഓയിൽ ചൂടായി കഴിഞ്ഞിട്ട്, ചൂടുന്നല്ല, ഒരു നല്ലോണം തിളക്കണൊരു പാകം വരണം. എന്നാലേ നമുക്ക് ഇതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് പാകത്തിനൊക്കെ കിട്ടുള്ളൂ. ചിലപ്പോൾ ചൂട് കുറവിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രിസ്പിനെസ്സിനൊക്കെ ഒരു വ്യത്യാസം വരും, പൊട്ടിപ്പോണ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം നല്ല തള വരുന്ന പാകത്തിന് വേണം നമുക്കിത് ഉഴുന്നുവട എടുത്ത് ഇടാനായിട്ട്. അപ്പോൾ നല്ല തള വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ചെറിയ ഉഴുന്നുവടയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഒരെണ്ണം ഇട്ട് അതൊന്ന് മറിച്ചിട്ടതിന് ശേഷം ഒന്ന് അടുത്തതും കൂടി ഇട്ട്, അപ്പോൾ 2 എണ്ണം വീതമൊക്കെ ഇടുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളുടെ വീടുകളിലൊക്കെ നമുക്ക് ചെറിയ പാത്രങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. നമുക്ക് ഹോട്ടലുകൾ പോലെയുള്ള വലിയ പാത്രങ്ങളൊന്നും നമ്മൾ വാങ്ങിച്ച് വെക്കണില്ലല്ലോ. അപ്പോൾ 2 എണ്ണം വീതമൊക്കെ ഞാൻ ഇടുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് മുരിഞ്ഞ് വന്നിട്ട് നമുക്ക് മുരിയണ വരെ അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് നല്ലോണം ക്രിസ്പി ആക്കണ വരെ അങ്ങനെ ഒന്ന് ഇട്ട് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ഉഴുന്നുവട അത്യാവശ്യം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അത് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒന്നും കൂടി മുരിയാനായിട്ടുണ്ട്. നല്ലോണം മുരിഞ്ഞതിന് ശേഷം നമുക്കത് എടുത്ത് മാറ്റാം. ഇവിടെ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉഴുന്നുവട. അവൾ എപ്പോൾ കടയിൽ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ പറയണത്, അമ്മ ഉഴുന്നുവട വാങ്ങിത്തരണം എന്ന്. അവൾക്ക് മറ്റുള്ള കടികളിലും കൂടുതൽ ഇഷ്ടം ഉഴുന്നുവടയാണ്. അതിനോടൊരു പ്രത്യേക അറ്റാച്ച്മെൻ്റാണ് അവൾക്ക്. അപ്പോൾ ഇതേ നമ്മുടെ ഉഴുന്നുവടയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മുരിഞ്ഞിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്